സർ, കേരളം അതിമനോഹരമാണ്. കേരളത്തിന്റെ ഭാഷ മലയാളം അതീവ സുന്ദരമാണ്. ആ ഭാഷയിൽ കേരളത്തിൽ ഏറെ പ്രചാരമുള്ള ഒരു ഗീതം ഞാനതിവിടെ ഉദ്ധരിക്കാം സർ. ആദിശങ്കരൻ ആത്മബോധമുണർന്നുയർന്നൊരു കേരളം, ദ്വൈതമില്ല അദ്വൈതമെല്ലാം എന്ന ബോധമുദിച്ചിടം, മാതൃഭാരത പാദപീഠമിതാണു കേരള പുണ്യഭൂ, ശക്തിയും ശിവനും പരസ്പര നോട്ടമേറ്റമരുന്നിടം. സർ, കേരളത്തെക്കുറിച്ച് ഇത്രയും മനോഹരമായ ഒരു കവിതാ ശകലം ഞാൻ ആദ്യമായി ഉദ്ധരിക്കാനുള്ള കാരണം, നമ്മുടെ ഈ കേരളത്തിന്റെ ശ്രേഷ്ഠമായ സംസ്കൃതി കുടികൊള്ളുന്നത് ഭാരതം എന്ന മഹത്തായ സങ്കല്പത്തിന്റെ ബലത്തിലാണ് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് സർ. കേരളത്തിൽ ഭാരതത്തിന്റെ തെക്കുഭാഗത്ത് ഒരു ചെറിയ ഗ്രാമത്തിൽ പിറവിയെടുത്ത ആദിശങ്കരൻ, അദ്വൈത ദർശനം ഈ നാടിന് പകർന്നു നൽകിയ ശ്രീശങ്കരൻ, അദ്ദേഹം മുഴുവൻ ഭാരതത്തിലും സഞ്ചരിച്ചതിന് ശേഷം ഭാരതത്തിന്റെ വടക്കേയറ്റത്ത് സർവജ്ഞപീഠം, കാശ്മീരിൽ സർവജ്ഞപീഠം കയറി തന്റെ ദാർശനികമായ കരുത്ത് ഈ ലോകത്തിന് മുമ്പിൽ വെളിപ്പെടുത്തിയ മഹാപുരുഷനാണ് സർ. ആ ശങ്കരന്റെ പേരിലാണ് കേരളം ഇന്നറിയപ്പെടുന്നത്. ആ ശങ്കരന്റെ പേരിലുള്ള ശീലുകളാണ് കേരളത്തെ ശക്തിപ്പെടുത്തുന്നത്. സർ, ഭാരതത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിന് ചൂരും ചുരുക്കും പകർന്നു കൊടുത്ത ദേശീയ കവിയായിരുന്നു വള്ളത്തോൾ നാരായണ മേനോൻ. അദ്ദേഹം പാടിയത് ഇവിടെ ഉദ്ധരിക്കപ്പെട്ടു. ഭാരതമെന്ന പേര് കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം, കേരളമെന്നു കേട്ടാലോ തിളക്കണം ചോര നമുക്ക് ഞരമ്പുകളെ. സർ, കേരളം എന്ന പേര് കേൾക്കുമ്പോൾ ചോര തിളക്കേണ്ടത് ഭാരതം എന്ന പേര് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന അഭിമാനത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം. ഭാരതം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ രൂപപ്പെട്ടു വരുന്ന അദമ്യമായ അഭിമാനത്തിന്റെ ബലത്തിലാണ് സർ കേരളം എന്ന് കേൾക്കുമ്പോൾ ചോര തിളക്കേണ്ടത്. അല്ലാതെ ഭാരതം എന്ന പേരിനോട് ഒട്ടുമേ പ്രതിബദ്ധതയില്ലാത്ത തരത്തിൽ പെരുമാറിക്കൊണ്ട് കേരളം എന്ന് കേൾക്കുമ്പോൾ ചോര തിളച്ചത് കൊണ്ട് പ്രയോജനമില്ല. സർ, ഞാൻ ഈ അവസരത്തിൽ കേരളത്തിൽ ഇപ്പോൾ നടക്കുന്ന ഒരു വിവാദത്തെക്കുറിച്ച് കൂടി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. കേരളത്തെക്കുറിച്ച് ഓർത്ത് ചോര തിളക്കാം, പക്ഷെ നമ്മുടെ ഭാരതത്തെക്കുറിച്ചുള്ള അഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന വിവാദങ്ങൾ കേരളത്തിൽ സംഭവിക്കുകയാണ്. സർ, 2 ദിവസം മുമ്പാണ് കാസർഗോഡ് ജില്ലയിൽ ഒരു അധ്യാപകൻ ഒരു ചോദ്യമുണ്ടാക്കിയതിന്റെ പേരിൽ ശിക്ഷാ നടപടിക്ക് വിധേയനായിരിക്കുന്നത്. സർ, പ്ലീസ് സർ, I am talking about our national integrity. I am talking about our national integrity. സർ, ഈ അധ്യാപകൻ സസ്പെൻഡ് ചെയ്യപ്പെട്ടത് ആരാധ്യനായ VD സവർക്കറെ കുറിച്ച് ചോദ്യമുണ്ടാക്കിയതിന്റെ പേരിലാണ്. Are you yielding? Sir, I am speaking about the subject. One second. I will call you. 1 second. Sir, VD സവർക്കർ 1 second. ഭാരതത്തിന്റെ സ്വാതന്ത്ര്യ സമര ചരിത്രവുമായി ബന്ധപ്പെട്ട് കുട്ടികൾക്ക് നടത്തിയ ഒരു ചോദ്യോത്തര പരിപാടിയിൽ VD സവർക്കറെ കുറിച്ച് ഒരു ചോദ്യമുണ്ടായപ്പോൾ ആ ചോദ്യം നിർമ്മിച്ച അധ്യാപകനെ ചെയ്തിരിക്കുന്നു. സർ, കേരള ഗവൺമെന്റ് കേരളത്തെ കുറിച്ച് അഭിമാനം പേറുമ്പോൾ കേരളം എന്ന പേര്. One second. Let me just listen. 1 second. I'll allow 1 point of order. I cannot allow 5 points of order. 1 point of order. You have a point of order. I'm just allowing 1 point of order. It cannot be 5 points of order. Rule number 240. Then I have to move on. Sir, I am on rule number 240.
നമ്മൾ നിരന്തരമായിട്ട് പ്രതിപക്ഷം സംസാരിക്കുമ്പോൾ ഉപദേശിക്കുമ്പോൾ ഞാൻ ചോദിക്കുന്നു, ഇത്ര വലിയൊരു രാഷ്ട്രീയ പ്രശ്നം ഒരു മര്യാദയുമില്ലാതെ ഇവിടെ സംസാരിക്കാൻ അവകാശം കൊടുക്കുന്നത്? ഒരു വളരെ ഗുരുതരമായിരിക്കുന്ന ഒരു Which rule രാഷ്ട്രീയ are you on? Which rule are you on? 240. Okay. സർ, ഈ വിഷയത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് സംസാരിക്കണമെന്നുള്ളതാണ് പൊതു തീരുമാനം. അതാണ് നേരത്തെ ഉണ്ടായിരുന്ന സ്പീക്കറെ അങ്ങ് വിലക്കിയത്. ഇപ്പൊ എങ്ങനെയാണ് ഒരു നോമിനേറ്റ് മെമ്പർ അങ്ങ് ഈ കാര്യത്തിൽ അനുവദിക്കുന്നത്? I have taken your point. I have taken your point. No, the point is that he must confine to the periphery of this. No, son, how can he make a political speech? I'll take your point.